താപനില മുന്നറിയിപ്പിൽ വ്യാജ പ്രചരണം നടക്കുന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഏപ്രിൽ 29 മുതൽ താപനില ഉയരും എന്നതാണ് പ്രചരണം. കടുത്ത വേനലിൽ ഫോണുകൾ പൊട്ടിത്തെറിക്കും എന്നുവരെ ചില തെറ്റായ സന്ദേശങ്ങൾ പ്രചരിക്കുന്നതായി KSDMA മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ശാലിനി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശാലിനി, ആരാണ് ഈ വ്യാജ പ്രചരണം ഇങ്ങനെ അഴിച്ചുവിടുന്നത്? ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നതിനെപ്പറ്റി എന്തെങ്കിലും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ടോ? താപനില മുന്നറിയിപ്പിൽ വ്യാജ പ്രചരണം സംസ്ഥാനത്ത് നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ മാസം 29 മുതൽ താപനില വല്ലാതെ ഉയരുമെന്നും ഈ രീതിയിൽ താപനില ഉയർന്നാൽ ഫോണുകൾ പൊട്ടിത്തെറിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതൊരു കുപ്രചരണമാണ് എന്ന് KSDMAയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ശാലിനി വിവരങ്ങളുമായി ചേരുകയാണ്. ശാലിനി, പറയൂ വിശദാംശം. ഈ സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ സജീവമാകുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അത് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ KSDM ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ചൂടുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഔദ്യോഗിക മുന്നറിയിപ്പ് എന്നുള്ള തരത്തിൽ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളതാണ് KSDMAയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുള്ളത്. അതായത് ഏപ്രിൽ 29 തീയതി മുതൽ മെയ് 12 വരെ താപനില 45 മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും ചൂട് മൂലം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുമെന്നൊക്കെയാണ് ഇത്തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നത്. മാത്രമല്ല, കാറുകളിൽ ഇന്ധന ടാങ്കുകൾ മുഴുവനായി നിറയ്ക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ വാട്സ്ആപ്പ് പ്രചാരണം നടക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ സിവിൽ ഡിഫൻസ് എന്നൊരു വകുപ്പുണ്ട്. അവരുടെ പേരിലാണ് ഈ ഒരു സന്ദേശം പ്രചരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ KSDMA കണ്ടെത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അവരുടെ ഔദ്യോഗിക നിർദ്ദേശവും ഔദ്യോഗിക മുന്നറിയിപ്പും ഇപ്പോൾ KSDMA നൽകുന്നത്. കേരളത്തിൽ സിവിൽ ഡിഫൻസ് എന്നൊരു വകുപ്പില്ല. കൂടാതെ തന്നെ സിവിൽ ഡിഫൻസ് അഗ്നിരക്ഷാ സേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണെന്നും ഔദ്യോഗിക അറിയിപ്പുകൾക്കും മുന്നറിയിപ്പുകൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പേജുകളും വെബ്സൈറ്റുകളും ജനങ്ങൾ പരിശോധിക്കണം. കേരളത്തിൽ നിലവിൽ താപനില 54 ഡിഗ്രി വരെ ആകുമെന്നുള്ള പ്രചരണം അത് തെറ്റാണെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടക്കമുള്ളവർ അതിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഔദ്യോഗിക അറിയിപ്പില്ലാത്ത രീതിയിലുള്ള പ്രചാരണം നടത്തുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ശേഖർ കുര്യാക്കോസ് KSDMAയുടെ മെമ്പർ സെക്രട്ടറി അറിയിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ചൂട് കൂടുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് മുതലെടുത്തുകൊണ്ടാണ് ചില വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് പ്രചാരണങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള KSDMAയുടെ അറിയിപ്പ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവരെ സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇടങ്ങളിൽ വാച്ച് ചെയ്യുകയും അവർക്കെതിരെ കൃത്യമായ നടപടിയും ഒപ്പം തന്നെ ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 54 അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് KSDMA ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. താപനില ഉയരും എന്നതുമായി ബന്ധപ്പെട്ട് വലിയ വ്യാജ പ്രചരണം സംസ്ഥാനത്ത് നടക്കുന്നു എന്നാണ് മുന്നറിയിപ്പ് വരുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ ആളുകൾ പോയി വീഴരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വരികയാണ്. ശാലിനിയാണ് വിവരങ്ങളുമായി ചേർന്നത്.